ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ടെമ്പിൾ വിസിറ്റ് വ്ളോഗാണ്. അപ്പോൾ ഇന്നലെ ജന്മാഷ്ടമി പ്രമാണിച്ചിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള രാം മന്ദിറിൽ പോയിരുന്നു. ഓക്കെ, ഇതിനെ പിന്നെയും പറയാം ബിർള മന്ദിർ എന്നാണ് ഇവിടെ അറിയപ്പെടുക. ഇത് നീ പുറമേനുള്ള ഔട്ട്ലുക്കും ഉണ്ട്, എന്നാൽ അകത്തുനിന്ന് അടിപൊളിയാണ്. ഈ ഫോണിൽ കാണുമ്പോൾ നമുക്ക് ഇത്രയും ഭംഗിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ പറ്റുക. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. താമരയൊക്കെ നോക്കുക, കുഞ്ഞു കുഞ്ഞു താമര എന്താ നടുവിൽ ആ വലിയൊരു താമരയുണ്ട്. അത് ഭയങ്കര വലുതാണ്. ഭയങ്കര എന്താ പറഞ്ഞാൽ എനിക്ക് ഫോണിലും കൂടി ആ ഫുൾ ഇത് വരുന്നുണ്ടായിരുന്നില്ല താമര. എനിക്ക് കുറച്ച് താമരയെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്ര വലിയതാണ്. ഭയങ്കര അടിപൊളിയെന്ന് കണ്ടു. എനിക്ക് ആ ഡിസൈനൊക്കെ എന്ത് അടിപൊളിയായിട്ടാണ് അവർ ആ ഒരു ഡിസൈനൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ പോയ അമ്പലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു അമ്പലമാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും കാലം ഗോവയിലുണ്ടായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ പോകുന്നത്. എനിക്ക് തോന്നുന്നു 1-2 വർഷമായിട്ടായിട്ടുള്ളൂ ഈ ഒരു അമ്പലം വന്നിട്ട്. പിന്നെ എൻ്റെ വെല്ലിച്ചനാണ് ഇങ്ങനെ അമ്പലത്തിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോവുക. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ആ സമയത്തൊന്നും എനിക്ക് യൂട്യൂബ് ചാനലില്ല. പക്ഷെ ഇനിയും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളി അമ്പലങ്ങളുടെ വീഡിയോസ് വരുന്നതായിരിക്കും. ഈ ഒരു തൂൺ ഒരു സ്പെഷ്യൽ തൂണാണ്. എൻ്റെ അച്ഛൻ്റെ, അമ്മയുടെ, ചേച്ചിയുടെ, വെല്ലിച്ചൻ്റെ, വല്യമ്മയുടെ, ജിഷ്ണേട്ടൻ്റെ എല്ലാവരുടെയും കണ്ണ് ഈ ഒരു തൂണിലായിരുന്നു. അത്ര മനോഹരമായിരുന്നു ആ തൂണ്. ഇതാ നമ്മുടെ ഹനുമാൻ സ്വാമി. ഓക്കെ, ഹനുമാൻ സ്വാമിയുടെ പിന്നിലുണ്ട് രാം 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 എന്ന് എഴുതി. ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അല്ല, ഇൻ്റീരിയറൊക്കെ നോക്കുക എത്ര അടിപൊളിയാണെന്ന്. ഇതാണ് നമ്മുടെ കൃഷ്ണനും രാധയും. ഓക്കെ, ഇവരുടെയൊക്കെ ഇൻ്റീരിയർ ഭയങ്കര അടിപൊളിയാണ്. ഭഗവാന്മാരുടെ പിന്നിലൊക്കെ നോക്കുക, ആ കാർപ്പറ്റൊക്കെ എത്ര നല്ല രസമാണ് കാണാൻ. ഓക്കെ, ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ. ഇവർ എല്ലാ ദിവസവും ഡ്രസ് കോഡ് ഉണ്ട് ഈ ഭഗവാന്മാർക്ക്. ഇന്നിപ്പോൾ പിങ്ക് ആണെങ്കിൽ നാളെ ബ്ലൂ, അങ്ങനെ ഭഗവാന്മാർക്ക് ഓരോരോ ഡ്രസ് കോഡാണ്. ഇതാണ് നമ്മുടെ ഗണപതി. ഓക്കെ, ഇൻറ്റീരിയറൊക്കെ ഞാൻ പിന്നും പറഞ്ഞെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഇൻറ്റീരിയറെ പറ്റിയിട്ട്. ഇതാണ് നമ്മുടെ ശിവനും പാർവതിയും. പിന്നെ എല്ലാ ഭഗവാന്മാരുടെയും കാണിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ജന്മാഷ്ടമി പ്രമാണിച്ചിട്ടാണ് കൃഷ്ണനെയും രാധേനെയും അവർ TV കാണിക്കണേ. ഇതാണ് നമ്മുടെ ലക്ഷ്മണൻ, രാമൻ, പിന്നെ സീത. ഇവർ 3 പേരുമാണിത്. അടിപൊളി അമ്പലം കേട്ടോ അത്. എനിക്ക് മയിലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. അതാ ഞാനിതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. എനിക്ക് ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്ര അടിപൊളിയാട്ടോ. ഈ ഒരു കൊത്തുപണി വരില്ല, അതാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. അടിപൊളിയാണ്. പിന്നെ ഈ വാതിൽ മരത്തോണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ ആ തൂണൊക്കെ, അതൊക്കെ ഫുൾ മാർബിളാണ്. ഈ വാതിലൊക്കെ അടിപൊളിയാണ്. ഇത് ചെറുതായിട്ട് എനിക്ക് പുറത്തുനിന്ന് കിട്ടിയതാണ്. പക്ഷെ ഇതിൻ്റെ വലിയ ഒരു സൈസ് ലുക്ക് വരുന്നുണ്ട്. അതുണ്ട് ഈ വീഡിയോയിൽ കാണുക. ഇതൊക്കെ ഫോട്ടോ സ്പോട്ടാണ്. ഇവിടെ കാണും മിക്കവരും വന്നിട്ട് ഫോട്ടോ എടുക്കുക. ഓക്കെ, കണ്ട ഈ ചുമരൊക്കെ കാണുമ്പോൾ മാർബിളാണ്. അത് മാർബിൾ തന്നെയാണ് ഗൈസ്. ഓക്കെ, ഇതൊക്കെ മാർബിൾ തന്നെയാണ് പണിയുന്നിരിക്കുന്നത്. ആ ഒരു ആനേനൊക്കെ നോക്കും, 2 ആനക്കുട്ടികളെ. അടിപൊളിയാണ്, അടിപൊളി. ഇതാ അപ്പോൾ ഒരു വിമാനം പോണു. ഇതേത് വിമാനമൊന്നും തന്നെ. ഈ ഒരു അമ്പലം എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ് വരിക. അതുകൊണ്ടായിട്ട് ഇത്ര അടുത്തു കൂടെ ഒക്കെ വിമാനം പോണേ. ഈ ഫൗണ്ടൻ ആയിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും കുറേ നേരം സമയം ഞങ്ങൾ ഇവിടെ ആയിരുന്നു നിന്നിരുന്നത്. ആ ഒരു ഫൗണ്ടൻ അടിപൊളിയാണ് ഗൈസ്. ആ ഫൗണ്ടൻ അവിടെ ഒരു ഭഗവാന്റെ പാട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ചിട്ടാണ് മുകളിലേക്കും താഴേക്കും പോയി ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഉണ്ട്. എന്തെല്ലാം രസമുള്ള ഗാർഡനാണ്. അത് കരിഞ്ഞ ഇലയാണോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അതിൻ്റെ ഇലയുടെ കളറാണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ഇല എനിക്കിഷ്ടമായി. ഭയങ്കര ഭംഗിയായിരുന്നു. നിങ്ങൾ ഗോവ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. അത്ര ഒരു അടിപൊളി സ്പോട്ടാണിത്. ഇതാ മൂളിക്കൊക്കെ പോയിട്ട് ഫൗണ്ടൻ ചെയ്യുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഉണ്ടല്ലോ ഇത് മറ്റേ ഞാൻ വല്ല ഡാൻസാണ് ചെയ്യണം. ഈ പാട്ട് ഞാൻ ഭജന എന്നാട്ട് ഇവിടെ പറയുക ഭഗവാന്റെ പാട്ടിന്. അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ ഫൗണ്ടൻ കടന്നിട്ട് ഡാൻസ് കളിക്കുന്നത്. മുകളിലേക്കും താഴേക്കും ഒക്കെ പോയി കളിക്കുന്നത്, കളറൊക്കെ മാറണേ.
നല്ല രസം. പിന്നെ ഇത് കണ്ടോ ഗൈസ്, എനിക്ക് ഇത് ഭയങ്കര ഹൈറ്റായിട്ട് ചെയ്യുമ്പോഴും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്ന് കാണിക്കുന്നത്. ഓക്കെ, ഭയങ്കര ഹൈറ്റ് ഉണ്ട് നല്ലോണം. ഇതിലെനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാട്ടോ ഇതിനിങ്ങനെ. പിന്നെ ഇത് ചുവന്ന് ചില സ്ഥലത്ത് ഇങ്ങനെ വാം ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇവിടെയൊക്കെ ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് ഇതിലെ സത്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഒന്നും പോയിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല. അതാ ഉണ്ടായത്. ഞാൻ വീഡിയോ എടുത്ത് നടന്നു. നല്ല രസമാട്ടോ ഗൈസ്, ആ ഒരു ആംബിയൻസൊക്കെ നല്ല ഭംഗിയാണ്. ഈ ജോലിയിലൊക്കെ സ്ട്രെസ്സൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ വന്നാൽ മതി, നിങ്ങളെല്ലാം സ്ട്രെസ് ഒറ്റയടിക്ക് പോകും. അത്ര അടിപൊളിയായിട്ടുള്ള വിഷ്വൽ ട്രീറ്റാണ് ഇവിടെ കിട്ടുക. നമുക്ക് ഇവിടുന്ന് തിരിച്ച് വരാൻ തന്നെ തോന്നില്ല, അവിടെ അങ്ങോട്ട് നിൽക്കാൻ തോന്നും നമുക്ക്. അങ്ങനെയൊക്കെ ഒരു ഫീൽ അതിന്. ഓക്കേ, അപ്പോൾ അതാ ആ കാർവിങ് ഒക്കെ ഉണ്ട്, എത്ര നല്ല മനോഹര. അതാട്ടോ എൻ്റെ ഫാമിലി ആയിരുന്നു കേട്ടോ അവിടെ ഉള്ളത്. ഇത് ഞാൻ ആ ഫൗണ്ടൻ്റെ സൈഡിൽ നിന്ന് എടുത്തതാട്ടോ. എനിക്കപ്പോൾ ഭയങ്കര ഭംഗി തോന്നി. എത്ര എടുത്തിട്ട് മതിയാവില്ല എന്ന് പറയുള്ളൂ, അതുപോലെയാണ്. നമുക്ക് എന്തെല്ലാം ഭംഗിയാണ് കാണാൻ. ഇത് മാർബിളാണ്. ആ മയിലൊക്കെ തിളങ്ങണുണ്ടോ? അല്ല, ഒരേപോലെ ഉണ്ട്. അടിപൊളിയാ ഗൈസ്. പിന്നെ നോക്കൂ ഗൈസ്, ഇതൊക്കെ കാണുമ്പോൾ ഒരു റിസോർട്ടിൻ്റെ ഒരു വഴി പോലെ അല്ലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ലൈറ്റിങ്ങൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു പൂന്തോട്ടം, ഗാർഡൻ. അവിടെ മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഞങ്ങളൊക്കെ ഭയങ്കര സ്ലിപ്പറി ആട്ടോ അവിടെ. അത് പറയാതിരിക്കരുത്, ഭയങ്കര സ്ലിപ്പറിയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫുൾ ലുക്ക്. ഞാൻ പറഞ്ഞു നോക്ക്, എത്ര അടിപൊളിയായിരുന്നു. കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, ഭയങ്കര വലിയ അമ്പലം അത്. ആ ലൈറ്റിംഗ് ഒക്കെ നോക്ക് താഴെ. ഇതാണ് നമ്മുടെ ബിർള. ഈ ബിർള പറഞ്ഞ ആളുടെ അണ്ടറിലാണ് ഈ ഒരു അമ്പലം വന്നിരിക്കുന്നത്. ഈ ഒരു സ്ഥലം ഇയാളുടെയാണ്, ബിർള പറഞ്ഞ സ്ഥലം. ഇത് അയാളുടെ ഭാര്യ. പക്ഷെ അവരിപ്പോൾ ഈ ലോകത്തില്ല. അവരുടെ ആ ഒരു സ്റ്റാച്ചു ആണ് ഇവർ രണ്ടുപേരുടെയാണ് ഇവിടെ സൈഡിൽ ആയിട്ട് വച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴും കയറി വരുമ്പോഴും ആ ഒരു ഗേറ്റ് അല്ല, ഒരുമാതിരി നമ്മളുണ്ടാവും ഒരു ആർച്ച് പോലെ, അതുപോലെ. ഇതെനിക്ക് എന്തുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഈ സൈഡ് ഗാർഡൻ. പക്ഷെ ഇവിടെയൊക്കെ നല്ല പച്ചപ്പച്ചയായിട്ടുണ്ട്, അവിടെയൊന്നും ഇലകളൊന്നുമില്ല ആ ഒരു ചെറിയ പോർഷനിൽ. ഇതാണ് ഞാൻ പുറത്തുനിന്ന് എടുത്തത്. ഇത് വാഷ്റൂമാണ്. ഈ വാഷ്റൂമിൽ വരെ മയിലുണ്ട്. അടിപൊളി വാഷ്റൂം, ഭയങ്കര ഹൈജീനിക്കും ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. ഇതാട്ടോ എൻ്റെ വലിയച്ഛനും വലിയമ്മയും ജിഷ്ണേട്ടനും അവരുടെ ഫോട്ടോ എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ എനിക്ക് ആ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ദൂരെ ഇങ്ങനെ വിട്ട് വരുമ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കാൻ അത്ര അടിപൊളിയാണ്. ഇവിടെ ഒരു കൃഷ്ണനും രാധയും വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രണ്ട് കുട്ടികളെ കാണാൻ. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് വീഡിയോ. നല്ല രസമാണ്. ദൂരെ പോണത്തോളം അതിൻ്റെ ആ ഒരു ഭംഗി കൂടി